മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയക്രമത്തിലെ വളരെ ശ്രദ്ധാപൂർവം അവിടെ നിന്ന് പിന്തുടർന്നിരുന്ന ഒരു കാര്യമായിരുന്നു പ്രഭാതത്തിലെ സമയം, സുബ്ഹിന് ശേഷമുള്ള സമയം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നത്. വലിയ ക്ഷീണവും പ്രയാസവും ഒക്കെ ഉള്ള ഘട്ടങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും രാവിലെയുള്ള പ്രഭാതത്തിലുള്ള സമയം സൂര്യൻ ഉദിക്കുന്നത് വരെയെങ്കിലും ഇബാദത്തുകളിലും മറ്റു സൽക്കർമ്മങ്ങളിലും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലുമെല്ലാം സജീവമാകുവാൻ ശ്രദ്ധിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല ആ സമയത്തെ അലസമായി ഉപയോഗപ്പെടുത്തുന്നത്, ഉറങ്ങിത്തീർക്കുന്നത് എല്ലാം അവിടെ നിന്ന് വെറുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഈ സമയത്തെ, പ്രഭാത സമയത്തെ ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിച്ചത് രാത്രിയിലെ ഉറക്കം അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തത് കൊണ്ടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ. ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിൽ ഉറക്കം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അവൻ സൂചിപ്പിക്കുമ്പോൾ അതിനിടയിൽ ഉറക്കത്തെ പ്രത്യേകം റബ്ബ് പരാമർശിക്കുന്നുണ്ട്. വജഅൽനാ നൗമക്കും സുബാത, നിങ്ങൾക്ക് ഉറക്കം നാം ഒരു വിശ്രമമാക്കി തന്നിരിക്കുന്നു. ഇതേപോലെ മറ്റൊരു ഭാഗത്ത് കാണുവാൻ സാധിക്കും, ഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി, അല്ലാഹു അവനാണ് നിങ്ങൾക്ക് രാത്രിയെ നിങ്ങൾക്ക് ഒരാശ്വാസമുള്ള, ഒരു ശാന്തിയുള്ള, സ്വസ്ഥതയുള്ള ആ രൂപത്തിൽ കഴിച്ചുകൂട്ടാൻ പറ്റുന്ന വിധത്തിൽ ആക്കി തന്നത്, ഉറങ്ങാൻ പറ്റുന്ന വിധത്തിൽ രാത്രിയെ സജ്ജീകരിച്ചു തന്നവൻ അവനാണ്. വന്നഹാറ മുബ്സിറ, പകലിനെ വെളിച്ചമുള്ളതുമാക്കി. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന, പഠിക്കുന്ന, ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഖുർആൻ പരാമർശിക്കുകയാണ്. ഇവിടെ ഉറക്കം എന്ന അനുഗ്രഹം എത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്ന്, അതിനെക്കുറിച്ചിട്ടുള്ള, അത് മനുഷ്യ ജീവിതത്തിൽ എത്രമാത്രം അനിവാര്യമാണ് എന്നതിനെ പറ്റിയുള്ള ബാലപാഠമെങ്കിലും ഉള്ളവർക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അത്രമേൽ നമ്മുടെ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ് ഉറക്കം എന്നുള്ളത്. കൂടുതലും ഉറക്കക്കുറവുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഉന്മേഷത്തെ, ഊർജത്തെ, അതേപോലെ തന്നെ അതിന്റെ താളാത്മകതയൊക്കെ ബാധിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ ഭക്ഷണം അത് എത്രമേൽ ജീവിതത്തിന്റെ, ശരീരത്തിന് പ്രധാനമാണോ, അതേപോലെ തന്നെ വ്യായാമം എത്രത്തോളം പ്രധാനമാണോ അത്രമേൽ പ്രധാനമാണ് ഉറക്കവും എന്ന് ഡോക്ടർമാരോടൊക്കെ ചോദിച്ചാൽ നമുക്ക് അവര് പറഞ്ഞു തരും. മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉറക്കക്കുറവുണ്ടെങ്കിൽ ശാരീരികമായ വലിയ അസുഖങ്ങൾക്ക് അത് കാരണമാകും. ചെറുതും വലുതുമായ പലതരത്തിലുള്ള രോഗങ്ങൾ അത് മുഖേന ഉണ്ടാകും. ഡയബറ്റിക് സംബന്ധമായ അസുഖങ്ങൾക്ക് അത് കാരണമാകുന്നുണ്ട്. ഒരു വേള ഹൃദയാഘാതത്തിന് പോലും ഉറക്കമില്ലായ്മയും ഉറക്കക്കുറവുമൊക്കെ കാരണമാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. മാത്രമല്ല, മാനസികാരോഗ്യം, ഒരു മനുഷ്യന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യം ഉറക്കവുമായി വലിയ ബന്ധമുണ്ട്. ഉറക്കക്കുറവ് മാനസികാരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കും. നമ്മൾ ജീവിതത്തിൽ ഉറങ്ങാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത ഒരാൾ, രാത്രി കിടന്നിട്ടും ഉറങ്ങാൻ കിടന്നിട്ടും പല കാരണങ്ങൾ കൊണ്ട് ഉറക്കം വരാത്ത, ഉറക്കം കിട്ടാത്ത മനുഷ്യർ, അവരോടൊന്ന് ചോദിച്ചാൽ മാത്രം മതി ഉറക്കം എന്ന അനുഗ്രഹത്തിന്റെ ഗൗരവം. അത് വിശുദ്ധ ഖുർആനിലൊക്കെ പലതവണ അള്ളാഹു പ്രത്യേകം പരാമർശിക്കാനുള്ള അത്രമേൽ അതിന്റെ പ്രാധാന്യവും ഗൗരവവും നമുക്ക് ഇവരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉറക്കമില്ലെങ്കിൽ അയാളുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ആ ഉറക്കമില്ലായ്മ നിഴൽ പോലെ പിന്തുടരും. മാനസികാരോഗ്യത്തെയും ശാരീരികാരോഗ്യത്തെയും അതേപോലെ തന്നെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള പ്രവർത്തനങ്ങളെയുമെല്ലാം ദോഷകരമായി അത് ബാധിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, അള്ളാഹുവിൽ നിന്നുള്ള
അപാരമായ ഒരു അനുഗ്രഹമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ അനുഗ്രഹത്തെ അതുകൊണ്ട് തന്നെ നാം ഉപയോഗപ്പെടുത്തുകയും വേണം. ഉറക്കമൊഴിക്കുന്ന അവസ്ഥയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നേയില്ല. മാത്രമല്ല, നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അധ്വാനങ്ങൾ, അതേപോലെ തന്നെ തൊഴിലുകൾ, അന്വേഷണങ്ങൾ, പഠനങ്ങൾ, ഇവയെല്ലാം സ്നിഗ്ധമാകേണ്ടത്, ഇസ്ലാം താല്പര്യപ്പെടുന്നത് അതെല്ലാം പകൽ സമയത്താണ്. നമ്മൾ അധ്വാനിക്കേണ്ടത്, നമ്മൾ തൊഴിൽ ചെയ്യേണ്ടത്, നമ്മൾ നമ്മളുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പണിയെടുക്കേണ്ടത് അതെല്ലാം കാര്യമായും പകൽ സമയത്താവണമെന്നാണ് ഇസ്ലാം താല്പര്യപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും, പകലിനെ നിങ്ങൾക്ക് നാം ജീവസന്ധാരണത്തിനുള്ള ഒരു സമയമാക്കി മാറ്റിയിരിക്കുന്നു. ഉപജീവന മാർഗത്തിന് വേണ്ടി, ഭക്ഷണത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി, ജീവിതത്തിന്റെ വളർച്ചക്കുള്ള വിഭവങ്ങൾ സമാഹരിക്കുവാനുള്ള ഒരു സമയം അത് പകലാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. മറ്റൊരു ഭാഗത്ത് ഖുർആൻ പറയാൻ പകലും രാത്രിയും അത് രണ്ട് പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങളാണ്. ഖുർആൻ പറയാണ്, രാത്രി ഉള്ള സമയം, ആ സമയം, ആ ദൃഷ്ടാന്തം അതിനെ നിങ്ങൾക്ക് മങ്ങിയതാക്കി, ഇരുണ്ടതാക്കി മാറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് സ്വസ്ഥതയോടെ ഉറങ്ങാൻ പാകത്തിന് അതിനെ സജ്ജീകരിച്ചിരിക്കുന്നു. അതേസമയം പകൽ എന്നുള്ളത് അതിനെ വെളിച്ചമുള്ളതാക്കി. എന്തിനു വേണ്ടി? റബ്ബിക്കും, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ സമ്പാദിക്കുവാൻ, അത് അന്വേഷിക്കുവാനും കണ്ടെത്താനും ഒക്കെ വേണ്ടി പകലിനെ ആ രീതിയിലും നാം സജ്ജീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്വാനങ്ങൾ നടക്കേണ്ടത്, നമ്മളുടെ തൊഴിലുകൾ അത് സജീവമാകേണ്ടത്, നമ്മളുടെ കണ്ടെത്തലുകളും അന്വേഷണങ്ങളും ആ നിലക്കുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളുമെല്ലാം സജീവമാകേണ്ടത് പകലിലാണ്. അതേസമയം രാത്രിയെ ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് ഇസ്ലാമികമായ വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. രാത്രി ഉറങ്ങുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പ്രധാനപ്പെട്ട മാതൃകകളിൽ ഒന്നാണ്. എന്ന് മാത്രമല്ല, ഇബാദത്തുകൾ കാരണം നിങ്ങൾ ഉറക്കം ഒഴിവാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരരുത് എന്ന് പഠിപ്പിച്ചൊരു മതമാണ് ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ കടന്നു വരിക, മൂന്നാളുകൾ വരുന്നുണ്ട്. നമുക്ക് ആ ചരിത്രം സുപരിചിതമാണ്. ഒരാൾ പറയാണ്, ഞാൻ ഇനി വിവാഹം പോലും കഴിക്കൂല, അത്രയും സമയം ഞാൻ എന്ത് ചെയ്യും, ആരാധനകളിൽ മുഴുകും. ഒരാൾ പറയാണ്, ഞാന് വർഷം മുഴുവൻ നോമ്പെടുക്കും. മറ്റൊരാൾ പറഞ്ഞത്, ഞാനിനി ഉറങ്ങാതെ രാത്രി മുഴുവൻ നമസ്കരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രോത്സാഹിപ്പിക്കല്ല ചെയ്തത്, അവരെ തിരുത്തുകയാണ്. നിങ്ങൾ ഉറങ്ങണം എന്ന് പറഞ്ഞു, നിങ്ങള് ഉറങ്ങണം, ഉറക്കത്തെ ഉപയോഗപ്പെടുത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്താണ്. അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറങ്ങുക എന്നുള്ളത്. ഉറങ്ങിയ മാത്രം പോരാ, നേരത്തെ ഉറങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാചക ചര്യയാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു നൗമ ഖബല ഇശാ, ഇശാ നമസ്കാരത്തിന് മുമ്പുള്ള ഉറക്കത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു. വൽ ഹദീസ ബഅദഹ, എന്നാൽ അതിനുശേഷമുള്ള സംസാരങ്ങളെ, വർത്തമാനങ്ങളെയൊക്കെ അതിനെയും അവിടെ നിന്ന് വെറുത്തിരുന്നു. ഇശാ നമസ്കാരത്തിന് മുമ്പ് ഉറങ്ങുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്ത കാര്യമാണ്. എന്നാൽ ഇശായിന് ശേഷം ഇങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കുന്നതും അവിടെ നിന്ന് വെറുത്തിരുന്നു. ഇശാ നമസ്കാരം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന്, മറ്റു പ്രധാനപ്പെട്ട തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ, ചെയ്തു തീർക്കാനുള്ള പണികളൊന്നുമില്ലെങ്കിൽ അത്രയും നേരത്തെ തന്നെ ഉറങ്ങാൻ ഒരുങ്ങണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ ഹദീസൊക്കെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് വെറുതെ ഇരുന്ന് വർത്തമാനം പറയുക മാത്രമല്ല, നിങ്ങൾക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട് ഉപകാരമുള്ള പണികളാണെങ്കിൽ പോലും അത് രാത്രിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ, നിങ്ങൾക്കത് അനിവാര്യമാണെങ്കിൽ മാത്രം, അത്രയും പ്രധാനപ്പെട്ട, അടുത്തൊരു പകലിലേക്ക് മാറ്റിവെക്കാൻ സാധിക്കാത്ത അത്രയും പ്രധാനപ്പെട്ട അനിവാര്യമായ പണികളാണ് അത് എങ്കിൽ അപ്പോൾ മാത്രമേ നിങ്ങൾ അതിന് ആ സമയത്ത് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങണം, അത് പകലിലേക്ക് മാറ്റിവെക്കണമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാത്രി വൈകി ഉറങ്ങാതെ നേരത്തെ ഉറങ്ങുക എന്നുള്ളത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എങ്ങനെയാണ്. സ്വഹാബത്തും ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഇശാ നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളെ കണ്ടാല് അദ്ദേഹത്തിന്റെ വടിയെടുത്ത് അവരുടെ തോളിൽ ഇങ്ങനെ തട്ടി, നിങ്ങൾക്ക് പോകാനായില്ലേ, ഉറങ്ങാനായില്ലേ എന്ന് അല്പം ഗൗരവത്തോടെ
ശബ്ദം കനപ്പിച്ച് ചോദിച്ചിരുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു സുബഹ് നമസ്കാരം കഴിഞ്ഞ് പിന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്നും സുബഹ് ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരാളെ കാണുന്നില്ല. അന്വേഷിച്ച് എവിടെയാണെന്ന്. അപ്പോൾ അദ്ദേഹം രാത്രി നിന്ന് മുഴുവൻ നമസ്കരിക്കായിരുന്നു, തഹജ്ജുദ് നമസ്കാരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ക്ഷീണം കൊണ്ട് രാവിലെ സുബഹിക്ക് അദ്ദേഹത്തിന് പള്ളിയിൽ വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തുകയാണ്, രാത്രി മുഴുവൻ സമയം നിന്ന് നിങ്ങൾ നമസ്കരിക്കുന്നതിനേക്കാൾ പ്രധാനം ഗൗരവമുള്ളത് സുബഹ് ജമാഅത്തിന് പള്ളിയിൽ എത്തുക എന്നുള്ളതാണ്. അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ഉറക്കമൊക്കെ പരമാവധി വൈകുകയും അത് നമ്മളുടെ സുബഹ് ജമാഅത്തിനെ ബാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ കാര്യം മനസ്സിലാക്കുക, തഹജ്ജുദ് നമസ്കാരം കൊണ്ടുപോലും സുബഹ് ജമാഅത്ത് നഷ്ടപ്പെടുന്നതിനെ ഗൗരവത്തോടെ നമ്മുടെ മുൻഗാമികൾ കണ്ടിരുന്നുവെങ്കിൽ വൈകുന്നേരം രാത്രി ഒരുപാട് സമയം മൊബൈലിൽ നോക്കിയിരുന്ന് സിനിമ കണ്ട് ഗ്രൂപ്പുകളിൽ അനാവശ്യമായ സംസാരങ്ങൾ നടത്തി ഉറക്കത്തെ ബോധപൂർവം വൈകിപ്പിച്ച് രാവിലെ പ്രഭാത സമയത്ത് പള്ളിയിലെത്താതെ നമസ്കാരത്തിൽ ജമാഅത്തിന് പങ്കെടുക്കാതെ ഇരിക്കുന്ന അവസ്ഥ എത്രമേൽ ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സൽക്കർമ്മങ്ങൾ പോലും രാത്രിയിലുള്ള ഉറക്കം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള സൽക്കർമ്മങ്ങൾ പോലും ഒഴിവാക്കണം. അതിനെ നിരുത്സാഹപ്പെടുത്തി ഉറങ്ങാൻ ആവശ്യപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വളരെ ഗൗരവത്തോടു കൂടി കണ്ടിരുന്ന സ്വഹാബത്ത്, അവരുടെ അനുയായികൾ, അവരുടെ പിൻഗാമികൾ എന്നുള്ള നിലയിൽ നൈറ്റ് ലൈഫ് എന്നുള്ള സംസ്കാരം അതിനെ നമ്മുടെ ഇടയിൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രാത്രിയെ പരമാവധി ഉറങ്ങാതെ ഉപയോഗപ്പെടുത്തുക, രാത്രി പരമാവധി വൈകി ഉറങ്ങുന്ന ഒരു സംസ്കാരം പുതിയ തലമുറയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാത്രി നേരത്തെ ഉറങ്ങുന്നത് എന്തോ ഒരു മോശം കാര്യമായി ഒക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഞാന് ഉറങ്ങണോ വേണ്ടേ എന്ന് ആലോചിക്കുക തന്നെ 12 മണിക്ക് ശേഷമാണ് എന്നൊക്കെ ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്ന ആളുകളുണ്ട്. അത് ഒരേ സമയം അവരുടെ ശരീരത്തെയാണ് അവര് പരിക്കേൽപ്പിക്കുന്നത്, അതേപോലെ തന്നെ ഒരു പ്രവാചക ചര്യയാണ് അവര് ഒഴിവാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നമ്മള് ഇത്തരം നൈറ്റ് ലൈഫുകളുടെ സംസ്കാരത്തിൽ നമ്മൾ അഭിരമിക്കുവാൻ പാടില്ല. ക്ലബ്ബുകളിലും അതേപോലെ തന്നെ പബ്ബുകളിലും റോഡ് സൈഡിലും ഒക്കെ ഇരുന്ന് രാത്രി ഉറങ്ങേണ്ട സമയം ഇതിനൊക്കെ വേണ്ടി വ്യർത്ഥമാക്കി മാറ്റിവെക്കുന്ന അവസ്ഥ വിശ്വാസി ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. രാത്രി സമയമായാൽ വീട്ടിലെത്തി സുന്ദരമായി ഉറങ്ങുക, അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുമ്പിലുള്ള മാതൃക. അള്ളാഹു തന്ന ശരീരമാണ് നമ്മുടേത്. നോക്കൂ, ആ ശരീരം പുഷ്ടിപ്പെടാൻ വേണ്ടി രാത്രി വളരെയധികം വൈകിയൊക്കെ ഗ്രൗണ്ടിൽ പലതരം കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്, ശരീരം നന്നാകുവാൻ വേണ്ടി. അവിടെ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു തന്ന ശരീരമാണ്. ആ അള്ളാഹു തന്ന ശരീരം അവന്റെ പ്രവാചകൻ പറഞ്ഞ സമയത്ത് ഉറങ്ങാതെ കളികളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഏർപ്പെട്ട് നമ്മൾ അതിനെ പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിന്റെ ബർക്കത്ത് ആ നമ്മുടെ ശരീരത്തിന് ലഭിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി പരമാവധി നേരത്തെ ഉറങ്ങാൻ പരിശ്രമിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉറക്കം വലിയൊരു അനുഗ്രഹമായി നമ്മൾ കാണുമ്പോൾ ആ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഉറക്കവുമായി ബന്ധപ്പെട്ട ഒരുപാട് മര്യാദകൾ, ഇസ്ലാമിക മര്യാദകൾ നമുക്കറിയാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മൾ അതിനെ ഗൗരവത്തോടുകൂടി കാണാൻ തയ്യാറാകേണ്ടതുണ്ട്. കാരണം ഉറക്കം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു തരം മരണമാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ടല്ലോ, അൽഹംദുലില്ലാഹില്ലദീ അഹിയാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. അള്ളാഹുവേ, ഒരു മരണത്തിന് ശേഷം ഞങ്ങൾക്ക് ജീവൻ നൽകിയ, ഞങ്ങളെ ജീവിപ്പിച്ച നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. എന്താണ് പറയുന്നത്? ഞങ്ങളൊരു മരണത്തിലായിരുന്നു, ആ മരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകി എന്ന്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു മരണമാണ്. ആ മരണത്തിന്റെ ഒരു ഘട്ടമെത്തുമ്പോൾ അതിൽ നിന്ന് അള്ളാഹു ജീവൻ നൽകിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ പോകുന്നത് ഖബറിലേക്കാണ്, ജീവിതത്തിന്റെ അവസാനത്തിലേക്കാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, എൻ്റെ ബെഡിലേക്ക് ഞാൻ ഉറങ്ങാൻ വേണ്ടി പ്രവേശിക്കുമ്പോൾ എൻ്റെ ബാധ്യതകളൊക്കെ ഞാൻ തീർത്തിരിക്കുമെന്ന്. അള്ളാഹുവിനോടുള്ള എൻ്റെ ബാധ്യതകൾ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉറങ്ങുന്നത് എന്ന ബോധ്യം ഓരോ തവണ
കിടക്കയിലേക്ക് പോകുമ്പോഴും നമുക്കുണ്ടാവേണ്ടതുണ്ട്. നോക്കൂ, ഭൗതികമായ കാര്യങ്ങൾ പോലും പൂർത്തീകരിച്ചു വേണം ഉറങ്ങാൻ തയ്യാറെടുക്കാൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ വിളക്കണക്കണം, അതേപോലെ തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പരലോക രക്ഷക്ക് നിദാനമാകുന്ന കാര്യങ്ങളെ കൂടി ശ്രദ്ധിച്ചു വേണം നമ്മളുടെ ഉറക്കത്തിലേക്ക് പ്രവേശിക്കാൻ. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, പാപമോചനം തേടണം. ഒരു ദിവസം പകലിൽ മുഴുവനും നമ്മൾ ആളുകൾക്കിടയിലായിരുന്നു, പലതരം പ്രവർത്തനങ്ങൾക്കിടയിലായിരുന്നു, പലതരം തിന്മകൾ ചെയ്യാൻ സാധ്യതകൾ ഉണ്ടായിരിക്കാം, പലതും ചെയ്തിട്ടും ഉണ്ടാകാം. അതിനാത്മാർത്ഥമായി റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് വേണം നമ്മൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കാൻ. ഉറക്കവുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പഠിപ്പിച്ച മാതൃകകളെല്ലാം പിന്തുടർന്നുകൊണ്ട് ഉറങ്ങാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ആളുകൾ നമസ്കരിക്കുന്ന സമയത്ത് ആ നമസ്കാരത്തിനും അവരുടെ പ്രാർത്ഥനകൾക്കുമെല്ലാം തടസ്സമാകുന്ന രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലും വിലക്കിയിട്ടുണ്ട്. മറ്റുള്ള ആളുകൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നമസ്കാരത്തിന് ഭംഗമേൽക്കുന്ന വിധം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം, പ്രത്യേകിച്ച് ജുമാ ദിവസമൊക്കെ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെ സുന്നത്ത് നമസ്കരിക്കുന്ന ആളുകളുണ്ടാകാം, പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാകാം. അവരെ ശല്യപ്പെടുത്തുന്ന, അവരുടെ പ്രാർത്ഥനയ്ക്കും നമസ്കാരത്തിനും ഒക്കെ തടസ്സമാകുന്ന രീതിയിൽ നമ്മുടെ നടത്തവും അതേപോലെ തന്നെ പരസ്പരം ഉള്ള സംസാരവും ഒക്കെ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. എൻ്റെ ഭാഗത്ത് നിന്ന് ഒരാളുടെ നമസ്കാരത്തിനും പോറലേൽപ്പിക്കുന്ന, ഒരാളുടെ പ്രാർത്ഥനയ്ക്കും തടസ്സമുണ്ടാകുന്ന തരത്തിലുള്ള സംസാരങ്ങളോ ഇടപെടലുകളോ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട പള്ളിയുമായി ബന്ധപ്പെട്ട മര്യാദകളിലൊന്നാണ്. പ്രത്യേകിച്ച് മുകളിലൊക്കെ, ഏറ്റവും മുകളിലെ നിലയിലുള്ള ആളുകളൊക്കെ താഴേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് സംസാരിക്കുന്നത് അത് ബാക്കിയുള്ള ആളുകൾക്ക് ശല്യമാകുന്നുവെന്ന് ചില ആളുകളൊക്കെ ആ പ്രയാസം രേഖപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് ഈ കാര്യം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഉടനീളം എല്ലാ രംഗങ്ങളിലും ഇസ്ലാമിക മര്യാദകൾ അനുധാവനം ചെയ്യാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്ത മുഴുവൻ സ്വാലിഹായ അമലുകളും നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തിന്മകളും തെറ്റുകളും ഹറാമുകളും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് നാഥാ, അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കിയണമേ റഹ്മാനെ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, സഹിക്കവയ്യാത്ത വേദനകൾ കൊണ്ട്, കഠിന കഠോരമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനേകം ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട് നാഥാ, അവരുടെ വേദനകൾ, രോഗങ്ങൾ നീ ശിഫയാക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന വിശ്വാസികളുണ്ട് നാഥാ, നീ ദൂരീകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മേൽ എപ്പോഴും നിന്റെ കാരുണ്യം വർഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഇണകളിൽ, മക്കളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമയും സമാധാനവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഉപജീവന മാർഗത്തിൽ, ജോലിയിൽ എല്ലാം നിന്റെ ബർക്കത്ത് നീ നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, സ്വസ്ഥതയും സമാധാനവും സൗഹാർദ്ദവും നിലനിൽക്കുന്ന ഒരു നാടായി ഞങ്ങളുടെ ഇടങ്ങളെ നീ മാറ്റണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا